ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുൺ മുറിയിലേക്ക് വരുന്നെന്ന് കാണുന്ന ഐശ്വര്യ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്ന് കരയുകയാണ്. എൻ്റെ കുഞ്ഞിനും എനിക്കും ഈ ഗതിയായി പോയല്ലോ ദൈവമേ. ഞാൻ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറിയത്. ഇനി ഞാനും എൻ്റെ കുഞ്ഞും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിൽ അഭിനയിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ. അതേസമയം ഇതെല്ലാം കാണുന്ന അരുൺ വിഷമത്തോടെ മുറിയിലേക്ക് ചെല്ലുന്നു. ഐശ്വര്യ ഇങ്ങനെ കരയാതെയെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ കരയാതിരിക്കും? അരുൺ ഇന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഐശ്വര്യ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മേടിക്കാൻ വിട്ടുപോയതാണെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, ഗർഭിണിയായ സ്വന്തം ഭാര്യ ഒരാഗ്രഹം പറഞ്ഞാൽ മറന്നു പോകുന്നത്ര എന്ത് തിരക്കാ അരുണിനുള്ളത്? ഐശ്വര്യ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ടെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്നാൽ അരുൺ കുറച്ചുനേരം എൻ്റെ ഒപ്പം ഇരിക്കാമോ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് അരുൺ പറയുമ്പോൾ കുറച്ചുനേരം ഇരുന്നിട്ട് പോകാൻ പറഞ്ഞ് ഐശ്വര്യ അരുണിനെ അവിടെ പിടിച്ചിരുത്തുകയാണ്. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്. ഗർഭിണിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാ അമ്മ പറഞ്ഞത്. അത് ശരിയാണെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, അരുണിന് ഗർഭിണികളെ പരിചരിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ പറയുന്നത്. അരുണെ, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്, ഒന്ന് തിരുമ്മി തരണമെന്ന് പറഞ്ഞ് ഐശ്വര്യ അരുണിൻ്റെ മടിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. തുടർന്ന് അരുൺ ആദ്യം അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അരുൺ ഐശ്വര്യയ്ക്ക് തിരുമ്മി കൊടുക്കുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ്, ഇനി എന്തൊക്കെയാ ഞാൻ അരുണിനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതെന്നേ നോക്കിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് ശ്യാമയ്ക്ക് തേൻ നെല്ലിക്ക നൽകുന്നതാണ്. നല്ല രുചിയുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, കഴിച്ചോ കഴിച്ചോ, വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ശ്യാമയെ പോലെ നല്ല സ്വരമാധുര്യം ഉണ്ടാകും. തുടർന്ന് അരുണിൻ്റെയും ഐശ്വര്യയുടെയും കാര്യം സംസാരിക്കുകയാണ് അഖിലും ശ്യാമയും. അരുണേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താണ് സങ്കടങ്ങൾ ഈശ്വരൻ കൊടുക്കുന്നതെന്നാ മനസ്സിലാകാത്തത്. ശ്യാമയെ പോലെ തന്നെയല്ലേ ഐശ്വര്യേട്ടത്തിയും? പക്ഷേ ഐശ്വര്യേട്ടത്തി ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടിട്ട് വളരെ ബോറായിട്ടാ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവരുടെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ കണ്ടാലേ അവര് ഗർഭിണിയല്ലെന്ന് വരെ തോന്നിപ്പോകും. അതിന് സാറേ, ഐശ്വര്യേട്ടത്തിൻ്റെ രീതി അങ്ങനെയല്ലേ, അതൊക്കെ സാറിന് വെറുതെ തോന്നുന്നതാണെന്ന് ശ്യാമ പറയുന്നു. പ്രഗ്നൻസി ടൈമിലെ എല്ലാ സ്ത്രീകളും ഒരുപോലെ ആകില്ല. ചിലർക്ക് തൻ്റെ ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നൊക്കെ തോന്നലുണ്ടാകും. താൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും, പക്ഷേ ഐശ്വര്യത്തിൻ്റെ ഈ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അവരുടെ സ്വഭാവം കണ്ടാലേ ആരാണെങ്കിലും പിടിച്ച് രണ്ടെണ്ണം കൊടുക്കുകയുള്ളൂ. എല്ലാം സാറിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ അഖിൽ പറയുകയാണ്, ശ്യാമ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എൻ്റെ ഒരു സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. അവര് പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ സംശയമുണ്ട്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. ആദ്യം വിളിച്ചിട്ട് അഖിലും ശ്യാമയും ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ്. ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് ഒരു ഡീല് വന്നിട്ടുണ്ടെന്ന് ആദ്യം പറയുമ്പോൾ ആദ്യേട്ടൻ എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീല് സൈൻ ചെയ്തോളാൻ അഖിലും ശ്യാമയും പറയുന്നു. അതൊന്നും പോരാ, നിങ്ങൾ കൂടി നോക്കണമെന്ന് പറഞ്ഞ് ആദ്യം അവരെ അതൊക്കെ നോക്കാൻ നിർബന്ധിക്കുകയാണ്. അതേസമയം ഐശ്വര്യയുടെ ആളായ ജൂലി മാറി നിന്ന് എല്ലാം ഐശ്വര്യ വിളിച്ചറിയിക്കുന്നു, മേഡം ഒരു 20 കോടിയുടെ അമേരിക്കൻ ഡീൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മേഡം പറഞ്ഞത് പ്രകാരം നമ്മുടെ ഐഡിയ പ്രയോഗിക്കാനുള്ള അവസരമാണെന്നാ. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, എന്താണെങ്കിലും അവരുടെ നീക്കങ്ങൾ നീ എന്നെ അപ്പപ്പോൾ വിളിച്ചറിയിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആദ്യയും കമ്പനിയെ നശിപ്പിക്കാനുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അരുണിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് ശ്രീകുട്ടി. അതേസമയം ഒരു കാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് അരുണാകുമെന്ന് കരുതി ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്നാൽ ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ജയേഷ് ആയിരുന്നു. ജയേഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയേഷിനെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ശ്രീകുട്ടി. ജയേഷ് തൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി. അതേസമയം വനജ അങ്ങോട്ടേക്ക് വരികയാണ്. വനജേച്ചി, കുറേ ദിവസമായി ഇവൻ പറയുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഇവരെ ഒന്ന് കാണണമെന്ന്, ഇപ്പോഴാ സമയം കിട്ടിയത്. ഇത് കേൾക്കുന്ന അശ്വതി ദേഷ്യത്തോടെ വനജയെ നോക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, അശ്വതി ഇതെൻ്റെ അമ്മയാ, വന്ന കാലിൽ നിൽക്കാതെ രണ്ടുപേരും കൂടി അകത്തേക്ക് വാ എന്ന് വനജ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.